ബീഹാറിൽ വീണ്ടും ദുരഭിമാന കൊല. ദർഭംഗ ജില്ലയിൽ BSc നഴ്സിംഗ് വിദ്യാർത്ഥിയെ ഭാര്യാപിതാവ് വെടിവെച്ചു കൊന്നു. ദർഭംഗ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി രാഹുൽ കുമാറാണ് കൊല്ലപ്പെട്ടത്. മകൾ തനുപ്രിയയുടെ മുന്നിൽ വെച്ച് പോയിന്റ് ബ്ലാങ്കിലായിരുന്നു പിതാവ് വെടിയുതിർത്തത്. 4 മാസം മുമ്പാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത്. വിവരങ്ങളുമായി അഖില രവീന്ദ്രനാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നത്. അഖില, മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഒരു കൊലപാതക വാർത്ത തന്നെയാണ് എത്തിയിരിക്കുന്നത്. അങ്ങനെ ബീഹാറിൽ നിന്നും മറ്റൊരു ദുരഭിമാന കൊലയുടെ വിവരങ്ങൾ കൂടി വെളിയിലേക്ക് വരുന്നു. എന്തൊക്കെയാണ് നമ്മുടെ കൈവശമുള്ള വിവരങ്ങൾ? അങ്ങനെ തന്നെയാണ് ലക്ഷ്മി, മറ്റൊരു ദുരഭിമാന കൊലയുടെ വിവരങ്ങൾ കൂടിയാണ് വരുന്നത്. മകൾ ഇതര ജാതിയിൽപ്പെട്ട ഒരു യുവാവിനെ വിവാഹം കഴിച്ചതിലെ വൈരാഗ്യമാണ് പിതാവ് ഇങ്ങനെ ഒരു കൃത്യത്തിലേക്ക് കടക്കുന്നതിന് കാരണമായത്. ബീഹാറിലെ ദർഭംഗ ജില്ലയിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ദർഭംഗ ജില്ലയിലെ മെഡിക്കൽ കോളേജിൽ അവസാന വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥിയായിരുന്നു ഈ കൊല്ലപ്പെട്ട യുവാവ്. അതേ കോളേജിൽ തന്നെ ഈ യുവാവിൻ്റെ ജൂനിയറായിട്ട് പഠിച്ചിരുന്ന പെൺകുട്ടിയാണ് ഇയാൾ 4 മാസം മുൻപ് വിവാഹം കഴിച്ചത്. ഇത് ഇതര ജാതിയിൽപ്പെട്ട ഒരാളെയാണ് തൻ്റെ മകൾ വിവാഹം കഴിച്ചത്. തനുപ്രിയ എന്നാണ് ഈ മകളുടെ പേര്. ആ മകൾ വിവാഹം കഴിച്ചത് എന്നതിൽ പ്രകോപിതനായി ഈ പിതാവ് ഹോസ്റ്റലിലെത്തി ഈ യുവാവിനെ വെടിയുതിർക്കുകയായിരുന്നു. ഈ പെൺകുട്ടിയുടെ മുന്നിൽ വെച്ച് പോയിന്റ് ബ്ലാങ്കിലായിരുന്നു വെടിയുതിർത്തത്. പെൺകുട്ടി തന്നെ പോലീസിനോട് ഇക്കാര്യം വിശദീകരിക്കുകയും ഉണ്ടായി. തൻ്റെ മുന്നിൽ വെച്ചാണ് പിതാവ് വെടിയുതിർത്തത്. ഈ രാഹുൽ കുമാർ എന്ന് പറയുന്ന ഈ യുവാവ് വെടിയേറ്റതിന് ശേഷം വീണത് തൻ്റെ മടിയിലാണെന്ന് ആ പെൺകുട്ടി പോലീസിനോട് വിശദീകരിക്കുകയുണ്ടായി. ഇവരുടെ വിവാഹം 4 മാസം മുൻപാണ് കഴിഞ്ഞത്. ഈ കഴിഞ്ഞതിന് ശേഷവും കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന്, അച്ഛൻ്റെ ഭാഗത്തു നിന്നും സഹോദരൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഭീഷണി ഉണ്ടാകുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി കോടതിയെയും പോലീസിനെയും ഒക്കെ ഇരുവരും സമീപിക്കുകയും ഉണ്ടായിരുന്നു. ഈ പിതാവ് ഈ വെടിവെച്ചതിന് ശേഷം രാഹുലിൻ്റെ സഹപാഠികൾ ഈ ഹോസ്റ്റൽ മുറിക്കകത്തുണ്ടായിരുന്നു. അവർ ഈ പിതാവിനെ മർദ്ദിക്കുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ പരിക്കേറ്റ് ഇയാളെ, ഈ പിതാവിനെ, അദ്ദേഹത്തിൻ്റെ പേര് പ്രേംശേഖർ ജാ എന്നാണ്, അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ ആശുപത്രി പരിസരത്ത് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട്. രാഹുലിന് നീതി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. ഈ വിദ്യാർത്ഥികളെ പിരിച്ചുവിടുന്നതിനും അവിടെ ക്രമസമാധാനം നിലനിർത്തുന്നതിനും വേണ്ടിയിട്ട് ഒരുപാട് പോലീസുകാരെ അവിടെ വിന്യസിച്ചിട്ടുണ്ട്. എന്തായാലും ബീഹാറിൽ ഇതൊരു വലിയ പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഒരു തുടർക്കഥയാവുകയാണ് ബീഹാറിൽ ദുരഭിമാന കൊല. ഇതര ജാതിയിൽപ്പെട്ട ഒരു ബീഹാറിൽ നിന്ന് മറ്റൊരു ദുരഭിമാന കൊലയുടെ കൂടി വിവരമാണ് പുറത്തുവരുന്നത്. മനസാക്ഷിയെ മരവിപ്പിക്കുന്ന വിവരങ്ങളാണ് എന്തായാലും അഖില ഇപ്പോൾ പങ്കുവച്ചത്.